വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ റിട്ടേൺ ഓഫ് ഇൻകത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ആദ്യത്തെ വീഡിയോയിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ പഠിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ എപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് നോർമൽ പ്രൊസീജിയർ ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്ന സാധനം തീർന്നു. ഇനി ഇതേപോലെ അല്ലെങ്കിൽ ഈ റിട്ടേൺ ഓഫ് ഇൻകവുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ലോസ് ഓഫ് റിട്ടേൺ. ഓക്കെ, അതായത് റിട്ടേണിനെ നമ്മൾ എങ്ങനെയാണ് ലോസിനെ എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യണത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്. ഇൻകം ഇല്ല, ലോസ് ആണ്, പക്ഷേ ലോസിനെ നമ്മൾ എന്തുകൊണ്ടാണ് റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യുന്നത്, നമ്പർ 1. ഇനി നോർമൽ ടൈമിനകത്ത് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ട് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയും. ആ ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാം. അത് എപ്പോൾ ഫയൽ ചെയ്യാം, എങ്ങനെയൊക്കെ ഫയൽ ചെയ്യാം. ഒരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്തു, ആ ഫയൽ ചെയ്ത റിട്ടേണിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് കോൾഡ് റിവൈസ്ഡ് റിട്ടേൺ. സോ ആ റിവൈസ്ഡ് റിട്ടേൺ എപ്പോഴാണ് എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് അറിയണം. ഇനി നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അതിനെ നമ്മൾ ഡിഫക്റ്റീവ് റിട്ടേൺ, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഡിഫക്റ്റീവ് റിട്ടേൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് എന്ന് നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 26A സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഏതിനകത്ത് തന്നെ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിനകത്ത് തന്നെ ഒരു 26A സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇതിൻ്റെ വെരിഫിക്കേഷൻസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഈ റിട്ടേണുമായിട്ട് പെൻഡിങ് ഉള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇറ്റ്സ് കോൾഡ് വെൻ എ റിട്ടേൺ ഓഫ് ലോസ് ഷുഡ് ബി ഫൈൽഡ്. അല്ലെ, സാധാരണ രീതിയിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. കാരണം എന്താ, നമ്മൾ ആരൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഓട്ടത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു. ഏതിനേക്കാളും ഈ എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്പെഷ്യൽ കേസുകൾ ഉണ്ടാവും. ലോസ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ എപ്പോഴാണ് നമുക്ക് ലോസ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ, അല്ലെ ഏതൊക്കെ സാഹചര്യത്തിൽ ലോസ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കേ. An assessee other than few is not compulsorily required to furnish the return of loss. However, the following losses cannot be carried forward if the return of loss is not submitted when the time allowed under section 139(1). മനസ്സിലായി? അതായത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കട്ട് ഓഫ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇനി പറയുന്ന ലോസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഈ പറയുന്ന ലോസുകൾ നിങ്ങൾ ഭാവിയിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് മാറ്റി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലോസുകൾ ഏത് വർഷമാണോ ഉണ്ടാവുന്നത് ആ വർഷം ഈ കട്ട് ഓഫ് ഡേറ്റ് തീരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ലോസുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. മനസ്സിലായി? സോ ഒരു ലോസ് ഉണ്ടായി, നമുക്ക് അടുത്ത വർഷത്തോട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത വർഷത്തോട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ ബിസിനസ് ലോസ്, സ്പെക്കുലേറ്റീവ് ഓർ അതർവൈസ്. Second one, capital loss. Third one, loss from the activity of owning and maintaining resources. And the last one, loss from the specified businesses. So capital loss, speculation or specified business loss, അല്ലെങ്കിൽ owning and maintaining resources in loss. സോ ഈ 4 ടൈപ്പ് ഓഫ് ലോസുകൾ നിങ്ങൾ ഭാവിയിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഏത് വർഷമാണോ, ഏത് പ്രീവിയസ് ഇയറിനകത്താണോ ഈ ലോസ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആ വർഷം എന്ത് ചെയ്തേ പറ്റൂ, റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, ലോസ് ഡിക്ലെയർഡ് ഇൻ ബിലേറ്റഡ് റിട്ടേൺ കാനോട്ട് ബി ക്യാരി ഫോർവേഡ്. സോ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു എന്താ, സെക്ഷൻ 139(1) പ്രകാരം എപ്പോഴാണോ കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് അതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സബ്മിറ്റ് ചെയ്യാതെ ടൈം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ നോക്കി, ദ ലോസ് ഡിക്ലെയർഡ് ഇൻ ബിലേറ്റഡ് റിട്ടേൺ കാനോട്ട് ബി ക്യാരി ഫോർവേഡ്. ബിലേറ്റഡ് റിട്ടേണിനകത്താണ് നിങ്ങൾ ലോസ് സബ്മിറ്റ് ചെയ്തെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. Number 1, however, set off of losses of the current year is not prohibited while computing the total income even if the return of loss is filed after the due date. ഈ വർഷത്തെ ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായി? ബിലേറ്റഡ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യണേ. ആ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന നേരത്ത് ഈ വർഷത്തെ ലോസുകൾ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സോ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സോ ഏത് രീതിയിലാണെങ്കിൽ ഈ വർഷത്തെ ലോസുകൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ബിലേറ്റഡ് റിട്ടേണിനകത്ത് ഫയൽ ചെയ്തിരിക്കുന്ന ലോസുകൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. Number 1. Number 2, delay in filing the return of loss may be condoned in certain cases. ഓക്കെ, അത് സർട്ടൻ കേസുകളാണെന്നാണ് പറയുന്നത്. ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആർക്ക് തീരുമാനിക്കാം? അസസിംഗ് ഓഫീസർക്ക് തീരുമാനിക്കാം. And unabsorbed depreciation under section 32 and loss under the head income from house property can be carried forward even if the loss return is filed after the due date.
സോ നോർമൽ പ്രൊവിഷൻ പറയുന്നത് ബിലേറ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണിനകത്ത് ഒരു തരത്തിലുള്ള സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡോ ചെയ്യാൻ പാടില്ല. പക്ഷേ അതിനകത്തൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 PGBP-ക്കകത്ത് പഠിച്ച സെക്ഷൻ 32 അകത്ത് കയറി വരുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. കൂടാതെ ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മനസ്സിലായി ക്യാൻ ബി ക്യാരി ഫോർവേഡ് even if the loss return is filed after the due date. മനസ്സിലായല്ലോ. സോ ഈ രണ്ട് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്. വീണ്ടും പറയുന്നു, ബിലേറ്റഡ് റിട്ടേണിനകത്ത് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ലോസുകൾ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്ന ലോസുകളാണെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. And the last one, although the loss of the current year cannot be carried forward unless the return of loss is submitted before the due date. Okay, but the loss earlier years can be carried forward if the return of loss of that year was submitted within the due date. മനസ്സിലായി. ഇപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾ കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തായിരുന്നു, ആ വർഷത്തെ ലോസ് നിങ്ങൾക്ക് ഈ വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ വർഷം അത് സെറ്റ് ഓഫ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാം. മനസ്സിലായി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017-18 നിങ്ങൾ കൃത്യമായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്തായിരുന്നു, ആ ലോസുകൾ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നമ്മളിപ്പോൾ 18-19 നിൽക്കണേ, ദാറ്റ് മീൻസ് അടുത്ത വർഷമായി. ആ 18-19 നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ കട്ട് ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, ഈ പറഞ്ഞ പോലെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല. അങ്ങനെ 18-19 നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആ 18-19 നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ലോസുകൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഏർലിയർ ഇയേഴ്സിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ലോസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഭാവിയിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. മനസ്സിലായി. ഒരു സെന്റൻസ് ഒരിക്കൽ കൂടെ വായിച്ചേ. ദ ലോസ് ഓഫ് ദ കറന്റ് ഇയർ cannot be carried forward unless the return of loss is submitted before the due date. മനസ്സിലായി. But the loss of earlier years can be carried forward if the return of loss of that year was submitted within the due date. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. കഴിഞ്ഞ വർഷം നിങ്ങൾ കറക്റ്റ് ടൈമിനകത്താണ് റിട്ടേൺ ഓഫ് ലോസ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ അത് ഈ പറയുന്ന 4 വർഷമോ 8 വർഷമോ വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് ലോസ് ഉണ്ടായി, ഈ വർഷം ഉണ്ടായിരിക്കുന്ന ലോസ് നിങ്ങൾ കൃത്യമായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ലോസുകൾ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഏക പോയിന്റ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 ആണെങ്കിലോ അല്ലെങ്കിൽ ലോസ് ഫ്രം ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലോ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഏതാണെങ്കിൽ പോലും ഫോർവേഡ് ഇവൻ ഇഫ് ദ ലോസ് റിട്ടേൺ ഈസ് ഫൈൽഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ലോസ് ഓഫ് റിട്ടേൺ എന്തിനാണ് എന്ന് ആലോചിച്ച് നോക്കുക, ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ. 4 ലോസുകൾ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ റിട്ടേൺ ഓഫ് ലോസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് 2 എക്സെപ്ഷണൽ കേസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ബിലേറ്റഡ് റിട്ടേൺ ആണ്, സെക്ഷൻ 139(4). Okay, belated return. If an assessee failed to file the return within the time allowed under section 139(1) or within the time allowed under a notice issued under section 142(1), he can claim a belated return. അതായത് അടയ്ക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഡിമാൻഡ് നോട്ടീസ് വന്നിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലോ ചെയ്താൽ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം ഫയൽ ചെയ്യാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ബിഫോർ ദ എൻഡ് ഓഫ് ദ റിലവന്റ് അസസ്മെന്റ് ഇയർ, ഈ അസസ്മെന്റ് ഇയർ തീരുന്നതിന് മുമ്പായിട്ട്, ഓ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 144 പ്രകാരം ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് അസസിംഗ് ഓഫീസർ നടത്തുന്ന അസസ്മെന്റ് തീരുന്നതിന് മുമ്പായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം ചെയ്യാം. വിച്ച് അവർ ഈസ് ഏർലിയർ. ഇതിനകത്ത് ഏതാണോ ആദ്യം വരണേ അതിന് മുമ്പായിട്ട് നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം സബ്മിറ്റ് ചെയ്യാം. സോ ഡിമാൻഡ് നോട്ടീസ് അണ്ടർ സെക്ഷൻ 142(1) പ്രകാരം ഡിമാൻഡ് നോട്ടീസ് കിട്ടുകയാണ്, റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് നോട്ടീസ് കിട്ടിയത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 139(1) പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റ് പ്രകാരം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈമിലോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം ഫയൽ ചെയ്യാം. അതിനുള്ള ഒരു ടൈമാണ് പറയണേ. ഈ പറഞ്ഞതുപോലെ അസസിംഗ് ഓഫീസറിന്റെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആസ് പെർ സെക്ഷൻ 144 പ്രകാരം തീരുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന റിലവന്റ് അസസ്മെന്റ് ഇയർ തീരുന്നതിന് മുമ്പായിട്ടോ അതിനകത്ത് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി. നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. ഹൗവർ ഇഫ് ആൻ അസസി ഫൈൽസ് എ ബിലേറ്റഡ് റിട്ടേൺ ഹി വുഡ് ബി ലയബിൾ ടു ഫീ. മനസ്സിലായി. ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, പക്ഷേ ഈ പറഞ്ഞ പോലെ 234(f) പ്രകാരം ഫീയും അടയ്ക്കണം, 234(a) പ്രകാരം അതിന്റെ ഇൻട്രസ്റ്റും അടയ്ക്കണം. മനസ്സിലായി. അതായത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ
വൈകിയതിൻ്റെ ഫീയും നമ്മൾ അടയ്ക്കണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, 234F പ്രകാരം പറയുന്ന ഫീസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. കൂടാതെ 234A പ്രകാരം അതിനകത്ത് ഓരോന്നിനും സെർട്ടൻ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ആ പെർസെൻറ്റേജ് പ്രകാരമുള്ള ഏതും അടയ്ക്കണം, ഇൻട്രസ്റ്റും അടയ്ക്കണം. മനസ്സിലായി? സോ നോർമൽ റിട്ടേണിൻ്റെ പ്രൊസീജിയറാണ് പറഞ്ഞേ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരുന്നു, ഈ പറയുന്ന ലോസ്, റിട്ടേൺ ഓഫ് ലോസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബിലേറ്റഡ് റിട്ടേൺ. ഈ പറയുന്ന കട്ട് ഓഫ് ഡേറ്റിനകത്ത് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ അസസ്മെന്റ് ഇയർ തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിലേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നതിന് ഫീസും അടയ്ക്കണം, ഇൻട്രസ്റ്റും അടയ്ക്കണം. റിട്ടേൺ സബ്മിറ്റ് ചെയ്യാമെന്ന് മാത്രം. മനസ്സിലായി? ഇനി പറയുന്നത് നോക്കി, സെക്ഷൻ 139 4A 4B 4C 4D 4E 4F. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഓരോ സ്പെസിഫിക് അസസികളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിനെ കുറിച്ചാണ്. മനസ്സിലായി? എല്ലാത്തിനകത്തും പറയുന്നത് കോമൺ പ്രൊവിഷൻ ആണ്. ഒരു പെനാൽറ്റി കൂടെ കയറി വരും എന്ന് മാത്രം. നമുക്ക് നോക്കാം. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിനകത്തും പറയുന്നത് ഈ പറയുന്ന പോലെ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ നോക്കി, ആദ്യത്തെ റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കി. എവരി പേഴ്സൺ ഹു ഈസ് ഇൻ റെസീപ്റ്റ് ഓഫ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ദ ട്രസ്റ്റ് or other legal obligation wholly or partly for the charitable or religious purposes or income by way of voluntary contribution on behalf of such a trust or institution. That means ആ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വോളണ്ടറി കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുക കാര്യങ്ങൾ ചെയ്താൽ, അത് മാത്രമല്ല അവരുടെ exceeds the maximum amount which is not chargeable to tax, ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുകയാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എ റിട്ടേൺ ബിഫോർ ദ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. എല്ലാത്തിനകത്തും അത് തന്നെയാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, പെനാൽറ്റി നോക്കി ₹100 per day ഡ്യൂറിംഗ് വിച്ച് സച്ച് ഫെയിലിയേഴ്സ് കണ്ടിന്യൂ. അതായത് ആ സമയത്തിൽ അടച്ചില്ലെങ്കിൽ ഓരോ ദിവസവും അങ്ങേർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിക്ക് എത്ര രൂപയുടെ ഫൈൻ വരും, ₹100 ഫൈൻ വരും ഓരോ ദിവസവും. വായിച്ചേ, where an assessee failed to file return of income under this section within the time limit, he shall be liable to pay the penalty of ₹100 per day during which such failure continues. എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ പേയ്മെന്റ് നടത്തുന്നത്, ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര വെച്ചിട്ട് പേയ്മെന്റ് വരും, അല്ലെങ്കിൽ പെനാൽറ്റി വരും, ₹100 വെച്ച് പെനാൽറ്റി വരും. മനസ്സിലായി? എല്ലാത്തിനകത്തും പറയുന്നത് അത് തന്നെയാണ്. ഇൻകം, റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി നോക്കി, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ of any political party is required to furnish a return in respect of income of such a political party if the amount of gross total income before allowing exemption under section 13A exceed the maximum amount not chargeable to tax. മനസ്സിലായി? ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതൽ പോവുകയാണെങ്കിൽ അവരും എന്തടക്കണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. സോ നോക്കി, എല്ലാത്തിനകത്തും അത് തന്നെയാണ് പറയണേ. 4C പ്രകാരം സയന്റിഫിക് റിസർച്ച്, ഏതൊക്കെയാണ് സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻസ് എന്നാണ് പറയണേ. അതിനകത്ത് പറയുന്നുണ്ടോ, വിത്തൗട്ട് ഗിവിംഗ് എഫക്ട് ഓഫ് പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 10, അതായത് എക്സംഷൻ ആണ്, exceeds the maximum amount which is not chargeable to income tax. അതായത് സയന്റിഫിക് റിസർച്ച് അസോസിയേഷനിൽ കിട്ടുന്ന എക്സംഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന പോലെ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഈ പറയുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അവർ എന്തടക്കണം, അല്ലെങ്കിൽ എന്ത് സബ്മിറ്റ് ചെയ്യണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. നോക്കി, ഒരു പെനാൽറ്റിനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ₹100 വെച്ച് പെനാൽറ്റി അടയ്ക്കണം. എല്ലാത്തിനകത്തും പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി, കോളേജ്, ഇൻകം ഓഫ് എ ബിസിനസ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഈ പറയുന്ന എല്ലാത്തിനകത്തും നമ്മളോട് പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യം എന്തെന്ന് പറയുന്നത്, എക്സംഷൻ, ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് വൺ, സെക്ഷൻ 139(5) പ്രകാരം റിവൈസ്ഡ് റിട്ടേൺ. ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി ഒരു തവണ നോർമൽ കേസിനകത്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന റിട്ടേണിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന നേരത്തെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഒമിഷൻ ഉണ്ടാവുകയാണ്, നിങ്ങൾ വിട്ടുപോയെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സെക്ഷൻ 139 സബ്സെക്ഷൻ 5 പ്രകാരം എന്ത് സബ്മിറ്റ് ചെയ്യാം, റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് ആൻ അസസി ഡിസ്കവേഴ്സ് എനി ഒമിഷൻ ഓർ എ റോങ് സ്റ്റേറ്റ്മെന്റ് ബോണഫൈഡ് ഇൻ നാച്ചുറൽ ഇൻ ദ റിട്ടേൺ ഫയൽ, ഹി ക്യാൻ റിവൈസ് ഹിസ് റിട്ടേൺ. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ വിട്ടുപോവുകയോ ചെയ്താൽ, മനഃപൂർവ്വമല്ല, ആഡ് ചെയ്യാൻ വിട്ടുപോവുകയോ ചെയ്താൽ അവർക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാം, സെക്ഷൻ 139 സബ്സെക്ഷൻ 5 പ്രകാരം റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. നോക്കി, ബിഫോർ ദ എൻഡ് ഓഫ് ദ റിലവന്റ് അസസ്മെന്റ് ഇയർ ഓർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് റെഗുലർ അസസ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. റെഗുലർ അസസ്മെന്റ് തീരുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഈ അസസ്മെന്റ് ഇയർ തീരുന്നതിന് മുമ്പായിട്ടോ, വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം സബ്മിറ്റ് ചെയ്യാം. മനസ്സിലായി?
സോ ഓർത്തിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ എളുപ്പമാണ് ഈ പറഞ്ഞ പോലെ നോർമലി റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒമിഷൻസോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും തരത്തിൽ റോങ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. എപ്പോൾ നോർമൽ അസസ്മെന്റ് എന്ന് പറയുന്ന സാധനം തീരുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ തീരുന്നതിന് മുമ്പായിട്ടോ വിച്ച് എവർ ഈസ് ഏർലിയർ നമുക്ക് അസസിക്ക് എന്ത് സബ്മിറ്റ് ചെയ്യാം, ഈ പറയുന്ന പോലെ റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ടാക്സ് പോയിന്റ്സും കൂടെ ഓർത്തിരിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, റീപ്ലേസ്മെന്റ് ഓഫ് ഒറിജിനൽ റിട്ടേൺ. അതായത് നിങ്ങൾ ഒരിക്കൽ റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ആദ്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ എന്തായിപ്പോയി, റീപ്ലേസ് ആയി. ഇപ്പോൾ നിലവിൽ പ്രാധാന്യമുള്ളത് ഏത് മാത്രമായിരിക്കും, റിവൈസ്ഡ് റിട്ടേൺ മാത്രമായിരിക്കും. Once a revised return is filed, it replaces the earlier return. This signifies that the revised return should be complete in itself and not merely an accessory of original return. മനസ്സിലായി? ഒറിജിനൽ റിട്ടേണിന്റെ ഒരു പാർട്ടായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു ബദലായിട്ട്, അതിനകത്തുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് മാത്രമല്ല നമ്മൾ റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം സബ്മിറ്റ് ചെയ്യണേ. റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോയി, നിങ്ങൾ ഒറിജിനലി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ അങ്ങ് പോയി. അതിന് ബദലായിട്ടാണ് അല്ലെങ്കിൽ അതിന് പകരമായിട്ടാണ് ഈ പറയുന്ന റിവൈസ്ഡ് റിട്ടേൺ പറഞ്ഞത്. ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്പർ 1. നമ്പർ 2, റിവിഷൻ ഓഫ് റിവൈസ്ഡ് റിട്ടേൺ. എ റിവൈസ്ഡ് റിട്ടേൺ ക്യാൻ അഗൈൻ ബി റിവൈസ്ഡ്. അതായത് ഓൾറെഡി തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് നിങ്ങൾ റിവൈസ് റിട്ടേൺ കൊടുത്തു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ദാറ്റ് മീൻസ് a second revised return can be filed under section 135 for the correcting any omission or the wrong statement made in the first revised return with the specified time. മനസ്സിലായി? ആദ്യമേ ഒരു റിട്ടേൺ സബ്മിറ്റ് ചെയ്തു, അതിൽ തെറ്റാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് റിവൈസ്ഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അതിനകത്തും എന്തെങ്കിലും തരത്തിലുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ഒമിഷൻസോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ വീണ്ടും എന്ത് ചെയ്യാം, ഒരു സെക്കൻഡ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്ന സാധനം സബ്മിറ്റ് ചെയ്യാം. Okay, and the next one, revision of belated return. A belated return under section 139(4) can be revised. ഒറിജിനലി നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ റിട്ടേൺ അല്ല, കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ട് ബിലേറ്റഡ് റിട്ടേൺ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ബിലേറ്റഡ് റിട്ടേണിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായി? ആൻഡ് റിവിഷൻ ഓഫ് ലോസ് റിട്ടേൺ. എ ലോസ് റിട്ടേൺ ക്യാൻ ബി റിവൈസ്ഡ്. സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ലോസ് റിട്ടേൺ ആണെങ്കിൽ ആ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ലോസ് റിട്ടേണിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. Return file pursuant to notice under section 142 subsection 1 cannot be revised. That means നോട്ടീസ് കിട്ടി, ഡിമാൻഡ് നോട്ടീസ് കിട്ടിയിട്ടാണ് അവർ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ റിവൈസ് ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻ മനസ്സിലായി? സോ ബിലേറ്റഡ് റിട്ടേണിനെയോ ലോസ് റിട്ടേണിനെയോ റിവൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമേ ഇല്ല. പക്ഷേ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരം ഡിമാൻഡ് കിട്ടി, അതിന് ബദലായിട്ടാണ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, cannot be revised. ഓക്കെ, സോ ബിലേറ്റഡ് റിട്ടേൺ എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ലോസ് എന്താണെന്ന് മനസ്സിലാക്കുക, ബിലേറ്റഡ് റിട്ടേൺ എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു, റിവൈസ്ഡ് റിട്ടേൺ ആയിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് കോൾഡ് ഡിഫക്റ്റീവ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 9. സെക്ഷൻ 139 സബ്സെക്ഷൻ 9 പ്രകാരം ഡിഫക്റ്റീവ് റിട്ടേൺസിനെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അതോറിറ്റി പറയുന്ന, അസസിംഗ് ഓഫീസർ പറയുന്ന പേപ്പേഴ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേണിനകത്ത് അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ സബ്മിറ്റ് ചെയ്യാത്ത റിട്ടേൺസിനെ നമുക്ക് ഡിഫക്റ്റീവ് റിട്ടേൺസ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇനി അതിനകത്ത് അങ്ങനെ ഡിഫക്റ്റീവ് റിട്ടേൺ ആണെന്ന് അവർക്ക് മനസ്സിലായാൽ നമുക്കൊരു 15 days സമയം തരും അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതല്ലെങ്കിൽ പ്രോപ്പർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അസസിംഗ് ഓഫീസർ കുറച്ചും കൂടെ നമുക്ക് സമയം തരും. ആ അസസിംഗ് ഓഫീസർ പറയുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന സാധനം റെക്ടിഫൈ ചെയ്ത്, ദാറ്റ് മീൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാധനം അസസിംഗ് ഓഫീസർ ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കി എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 15 ദിവസം സമയം തരും. ആ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്ത് തിരിച്ച് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അസസിംഗ് ഓഫീസർ പറയുന്ന സമയത്തിനുള്ളിൽ അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി അങ്ങനെ സബ്മിറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ റിട്ടേണിനെ ഇൻവാലിഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പറഞ്ഞ കാര്യം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള നമുക്കത് എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. അതായത് എ റിട്ടേൺ ഓഫ് ഇൻകം ഇസ് സെഡ് ടു ബി ഡിഫക്റ്റീവ് റിട്ടേൺ വേർ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ നോട്ട് ഫുൾഫിൽഡ്. ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടില്ല, ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിഫക്റ്റീവ് റിട്ടേൺ ആയിട്ടാണ് നോക്കണേ. എന്തൊക്കെയാണെന്ന് നോക്കേ. എ റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് വിത്തൗട്ട് പേയിങ് സെൽഫ് അസസ്മെന്റ് ടാക്സ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഇഫ് എനി. ടാക്സ് അടയ്ക്കാതെയാണ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടാക്സിന്റെ കൂടെ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് അടയ്ക്കാതെയാണ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക, അത് ഡിഫക്റ്റീവ് റിട്ടേൺ ആണ്. And the second one, annexure the statement and columns in the return of income have been duly filled. അതായത് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഫിൽ ചെയ്യണം.
അതല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, ഡിഫക്റ്റീവ് റിട്ടേൺ ആണെന്ന് പറയാം. അടുത്തത് നോക്കി, റിട്ടേണിന്റെ കൂടെ ഈ പറയുന്ന ഫോളോയിങ് ഡോക്യുമെന്റ്സും കൂടെ നിങ്ങൾ വെക്കണം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിലിറ്റി, എങ്ങനെയാണ് ടാക്സ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് വെക്കണം. സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റ് ചെയ്യേണ്ട അസസികളാണെങ്കിൽ നിർബന്ധമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് വെക്കണം. ദ പ്രൂഫ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് ഓർ കളക്റ്റഡ് അറ്റ് സോഴ്സ്, അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ആൻഡ് ടാക്സ് പെയ്ഡ് ഓൺ സെൽഫ് അസസ്മെന്റ്. ദാറ്റ് മീൻസ് ഈ പറയുന്ന TDSO TCSO അഡ്വാൻസ് ടാക്സോ ടാക്സ് പേ ചെയ്തതിന്റെയോ എന്തെങ്കിലും എന്ത് വെക്കണം, പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ബൈ ദ അസസി. അതായത് നിങ്ങൾ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അസസി ആണെങ്കിൽ അതിന്റെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓർ ബാലൻസ് ഷീറ്റ് സംതിങ്, അതിന്റെ എന്ത് വെക്കണം, കോപ്പീസ് സബ്മിറ്റ് ചെയ്യണം. ഇൻ കേസ് ഓഫ് എ പ്രൊപ്രൈറ്ററി ബിസിനസ് ഓർ പ്രൊഫഷൻ, ദ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ പ്രൊപ്രൈറ്റർ. മനസ്സിലായി? പ്രൊപ്രൈറ്ററി ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ ഈ പ്രൊപ്രൈറ്ററിന്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് കൂടെ സബ്മിറ്റ് ചെയ്യണം. എ ഫേം AOP or BOI, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ പാർട്ട്നേഴ്സ് ഓർ ദ മെമ്പേഴ്സ്. AOP or BOI ആണെങ്കിൽ അവരുടെ അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ പേഴ്സണൽ അക്കൗണ്ടും കൂടെ സബ്മിറ്റ് ചെയ്യണം. A partner or member of the firm or AOP BOI, his personal account in the firm, association of person or body of individuals. Situation മനസ്സിലായല്ലോ. ആൻഡ് വേർ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റെയിൻ ബൈ അസസി, അതായത് റെഗുലർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അസസികളാണെങ്കിൽ ആ റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. കൂടാതെ ഈ പറയുന്ന പ്രൊപ്രൈറ്ററിന്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ അക്കൗണ്ടും കൂടെ ഹാജരാക്കണം. ഇനി നിങ്ങൾ അങ്ങനെ റെഗുലർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത അസസീസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റിംഗ് എമൗണ്ട് ഓഫ് ദ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീപ്റ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, എക്സ്പെൻസസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ദ ബേസിസ് ഓൺ വിച്ച് സച്ച് എമൗണ്ട് ഹാസ് ബീൻ കമ്പ്യൂട്ടഡ്. ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ മതി, എത്രയാണ് നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ്, എത്രയാണ് നിങ്ങളുടെ റവന്യൂ, റെസീപ്റ്റ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ദ എമൗണ്ട് ഓഫ് സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ക്യാഷ് ബാലൻസ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഡെപ്റ്റേഴ്സിന്റെ ക്രെഡിറ്റേഴ്സിന്റെ ക്യാഷ് ബാലൻസിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് ഹാജരാക്കണം. എങ്ങനെയാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ. ഇനി where the accounts of the assessee has been audited, the copy of audited profit and loss and balance sheet and copy of the auditor's report. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതാ, അസസി ഓഡിറ്റിന് വിധേയമാവണമെങ്കിൽ ഓഡിറ്ററിന്റെ റിപ്പോർട്ടും കൂടെ ഹാജരാക്കണം. ഇനി കോസ്റ്റ് ഓഡിറ്റിന് വിധേയമാവുകയാണെങ്കിലോ കോസ്റ്റ് ഓഡിറ്റിനും കൂടെ ഹാജരാക്കണം, കോസ്റ്റ് ഓഡിറ്റിന്റെ റിപ്പോർട്ടും കൂടെ ഹാജരാക്കണം. ഇനി ഇതിന്റെ അകത്ത് പറയുന്ന സാധനം എന്നാന്ന് വെച്ചാൽ നോക്കി, ഒരു 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 റെക്ടിഫൈ, ദാറ്റ് മീൻസ് 15 ദിവസം സാവകാശമാണ് നമുക്ക് തരണേ. സിറ്റുവേഷൻ മനസ്സിലായാലോ? അതായത് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അസസിംഗ് ഓഫീസർ അതിന് ഡിഫക്റ്റീവ് റിട്ടേൺ ആയിട്ട് മാറ്റിവെക്കും. എന്നിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 days സമയം തരും. മനസ്സിലായി? ആ 15 days സമയത്തിനുള്ളിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്ത് തിരിച്ചടയ്ക്കുവാണെങ്കിൽ നമ്മുടെ റിട്ടേണിന് കുഴപ്പമൊന്നുമില്ല, അത് അതേപോലെ തന്നെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ, ഓക്കെ, ഇഫ് ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ ദ ടൈം ലിമിറ്റ്, ദ അസസിംഗ് ഓഫീസർ വിൽ ട്രീറ്റ് ദ റിട്ടേൺ ആസ് ആൻ ഇൻവാലിഡ് റിട്ടേൺ. മനസ്സിലായി? അതായത് ആ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ റിട്ടേൺ സബ്മിറ്റ് ചെയ്തത് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്ത് തിരിച്ച് തന്നില്ലെങ്കിൽ അതിനെ അസസിംഗ് ഓഫീസർക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ഇൻവാലിഡ് റിട്ടേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാത്ത പോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 140 പ്രകാരം വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ ആരാണ് വെരിഫൈ ചെയ്യേണ്ടത്? അസസിംഗ് ഓഫീസറിലാട്ടോ, അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളല്ല പറയണേ. റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്തെ ആര് വെരിഫൈ ചെയ്തിട്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ എന്നാണ് നോക്കണേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇൻഡിവിജ്വൽ ജനറൽ കേസിനകത്ത് ഇൻഡിവിജ്വൽ ഹിംസെൽഫ് നമ്മൾ തന്നെയാണ് നമ്മുടെ റിട്ടേൺ വെരിഫൈ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ഇൻഡിവിജ്വൽ കൺസേണിങ് ആബ്സെന്റ് ഫ്രം ഇന്ത്യ, ഇന്ത്യക്കകത്തില്ലെങ്കിലും എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഓർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ പേഴ്സൺ ഓഫ് സച്ച് ഇൻഡിവിജ്വൽ. അതായത് ഇന്ത്യക്ക് അകത്തില്ല, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് അകത്തില്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺ ആരാണോ അങ്ങനെ. ഈ ഓതറൈസ്ഡ് പേഴ്സൺ വരുമ്പോൾ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്നറിയാമോ, പവർ ഓഫ് അറ്റോർണിയും കൂടെ ഇതിൻ്റെ കൂടെ വെക്കണം. മനസ്സിലായി? ദാറ്റ് മീൻസ് ആർക്ക് അധികാരം തന്നതായിട്ട് ഈ ഓതറൈസ്ഡ് പേഴ്സണിന് അധികാരം കൊടുത്തതായിട്ടുള്ള ഒരു പവർ ഓഫ് അറ്റോർണിയും കൂടെ ഇതിനകത്ത് വെക്കണം. ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഏതെങ്കിലും കാരണവശാൽ ആ ഇൻഡിവിജ്വൽ മെന്റലി ഇൻകപ്പാസിറ്റേറ്റഡ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഗാർഡിയൻ. മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ഇൻഡിവിജ്വൽ ടു വെരിഫൈ ദ റിട്ടേൺ എനി പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ഹിം. ഓക്കെ, ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ഇൻഡിവിജ്വലിന് അത് സാധിച്ചില്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഓതറൈസ് ചെയ്യുന്ന വേറൊരാൾക്ക്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാനുള്ള കേസ് ഇത്രേ ഉള്ളൂ, അക്കമ്പൈൻഡ് വിത്ത് പവർ ഓഫ് അറ്റോർണി. ദാറ്റ് മീൻസ് വെരിഫൈ ചെയ്യുന്നത് ഓതറൈസ്ഡ് പേഴ്സൺ ആണെങ്കിൽ ദാറ്റ് ഇൻ കേസ് ദ റിട്ടേൺ ഷുഡ് ബി അക്കമ്പൈൻഡ് വിത്ത് പവർ ഓഫ് അറ്റോർണി. റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഏതും കൂടെ വെക്കണം, ഈ പറയുന്ന ഓതറൈസ്ഡ് പേഴ്സണ് പവർ ഓഫ് അറ്റോർണി കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റും കൂടെ കാണിക്കണം. മനസ്സിലായി? സോ ആരൊക്കെയാണ് റിട്ടേൺ വെരിഫൈ ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 140 പറയുന്നത്. അതിനകത്ത് ഇൻഡിവിജ്വൽ ആണ് പറയുന്നത്. നോർമൽ കേസിനകത്ത് ഇൻഡിവിജ്വൽ തന്നെയാണ്. മനസ്സിലായി? ഇനി ഇന്ത്യക്ക് അകത്തില്ലെങ്കിലും
ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഇന്ത്യക്കകത്തില്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ. ഇനി അങ്ങനെ മെന്റലി ഇൻകപ്പാസിറ്റേറ്റഡ് ആണെങ്കിൽ ഗാർഡിയൻ, അല്ലെങ്കിൽ ആരാണോ അതിന് അനുയോജ്യമായിട്ടുള്ള ആൾ. ഇനി പറയുന്നത് വേറെ ഏതെങ്കിലും റീസൺ കൊണ്ടാണെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ. ആ ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ത് എടുത്തു വെക്കണമെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. പവർ ഓഫ് അറ്റോർണി എടുത്തു വെക്കണമെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. HUF കേസിനകത്ത് നോർമലി അറിയാം അല്ലേ, ഇൻ ജനറൽ കേസ് കർത്തയാണ്. കർത്ത ഇന്ത്യക്കകത്തില്ലെങ്കിലോ എന്ത് ചെയ്യാം, എനി അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി. HUF കർത്തയാണ്, കർത്തയ്ക്ക് പറ്റിയില്ലെങ്കിൽ എനി അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി വെരിഫൈ ചെയ്താൽ മതി. അടുത്തത് ഫേം ഇൻ ജനറൽ മാനേജിംഗ് ഡയറക്ടർ. നോർമൽ കേസിനകത്ത് ഫേമിന് മാനേജിംഗ് ഡയറക്ടറാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന റിട്ടേൺ വെരിഫൈ ചെയ്യേണ്ടത്. അതല്ലാത്ത കേസുകൾ വരുവാണെങ്കിൽ എനി അഡൾട്ട് മെമ്പർ. സിറ്റുവേഷൻ മനസ്സിലായി. ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ജനറലി ഡെസിഗ്നേറ്റഡ് പാർട്ണർ, ആരാണോ അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാർട്ണർ ആ പുള്ളിക്കാരൻ. ഇനി അങ്ങനെ അല്ലെങ്കിലോ, അങ്ങനെ ഒരു പാർട്ണർ ഇല്ലെങ്കിൽ എനി പാർട്ണേഴ്സ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ലോക്കൽ അതോറിറ്റി, പ്രിൻസിപ്പൽ ഓഫീസർ, പൊളിറ്റിക്കൽ പാർട്ടി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പനി ഇൻ ജനറൽ മാനേജിംഗ് ഡയറക്ടർ. ഇത് രണ്ടും ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ വേണം വെരിഫൈ ചെയ്യാൻ, പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വേണം വെരിഫൈ ചെയ്യാൻ, കമ്പനി ആണെങ്കിൽ ജനറൽ കേസിനകത്ത് മാനേജിംഗ് ഡയറക്ടറാണ്. ഇനി മാനേജിംഗ് ഡയറക്ടർക്ക് അങ്ങനെ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം നോക്കിയേ, ഇൻ ഡ്യൂ ടു എനി റീസൺ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ MD ടു വെരിഫൈ ഓർ വെദർ ദർ ഇസ് നോ MD. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനി ഡയറക്ടർ. ഓക്കെ. സോ ആരൊക്കെയാണ് റിട്ടേൺ വെരിഫൈ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ. വേറെ അപ്ലിക്കേഷൻ ഫോർ ദ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് ഹാസ് ബീൻ അഡ്മിറ്റഡ് ബൈ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അണ്ടർ ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2006. ആരായിരിക്കണം, ഇൻസോൾവൻസി പ്രൊഫഷണൽ അപ്പോയിന്റഡ് ബൈ സച്ച് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. മനസ്സിലായി. അതായത് IBSC നടക്കുകയാണ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് മുഖേന എന്ത് നടക്കുകയാണ്, കമ്പനിക്കകത്ത് റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം നടക്കുക. ഓക്കെ. കുറച്ചും കൂടെ അഡ്വാൻസ് നമുക്ക് IBC പഠിച്ചാൽ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. കമ്പനി ഇൻസോൾവൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എന്ത് നിയമിക്കാം, ഒരു ഇൻസോൾവൻ്റ് പ്രൊഫഷണലിനെ കമ്പനിക്കകത്ത് നിയമിക്കാം. എന്തിനു വേണ്ടിയിട്ട്, ഈ കമ്പനി ഇൻസോൾവൻ്റ് ആവാൻ പോകുന്ന കമ്പനിയിലെ റെസൊല്യൂഷൻ പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ റെസൊല്യൂഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവിടെ വെരിഫൈ ചെയ്യേണ്ടത് ആരാ, ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നിയമിച്ചിരിക്കുന്ന ഇൻസോൾവൻസി പ്രൊഫഷണൽ വേണം എന്ത് ചെയ്യാൻ, അത് വെരിഫൈ ചെയ്യാൻ. IBC പഠിക്കുമ്പോഴേ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതങ്ങ് ഓർത്തിരുന്നാൽ മതി. നോൺ റെസിഡന്റ് കമ്പനി ആണെങ്കിൽ എ പേഴ്സൺ ഹോൾഡിംഗ് എ വാലിഡ് പവർ ഓഫ് അറ്റോർണി. മനസ്സിലായി. നോൺ റെസിഡന്റ് കമ്പനിയാണ്. സോ ഇന്ത്യക്കകത്തുള്ള ആർക്കാണോ പവർ ഓഫ് അറ്റോർണി കൊടുത്തിരിക്കുന്നത് അങ്ങേര് വെരിഫൈ ചെയ്താൽ മതി. കമ്പനി ഇൻ ദ പ്രോസസ് ഓഫ് വൈൻഡിംഗ് അപ്പ് ലിക്വിഡേറ്റർ ഓഫ് ദ കമ്പനി. വൈൻഡിംഗ് അപ്പ് ചെയ്യാൻ പോകുന്ന കമ്പനി ആണെങ്കിൽ ലിക്വിഡേറ്റർ. ആൻഡ് where the management of the company has been taken over by the central or the state government, the principal officer. മാനേജ്മെന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ വേണം വെരിഫൈ ചെയ്യാൻ. ആൻഡ് എനി അതർ അസോസിയേഷൻ, എനി മെമ്പർ ഓർ ദ പ്രിൻസിപ്പൽ ഓഫീസർ, എനി അതർ പേഴ്സൺ, സച്ച് പേഴ്സൺ ഓർ എനി അതർ പേഴ്സൺ കോമ്പിറ്റന്റ് ടു ആക്ട് ഓൺ ഹിറ്റ്സ് ബിഹാഫ്. ഇതിന് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിവുള്ള ആരാണോ അങ്ങനെ. സോ നോക്കിയേ, സെക്ഷൻ 140 പ്രകാരം റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സിറ്റുവേഷൻ മനസ്സിലായി. സോ നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ റിട്ടേൺ ഓഫ് ലോസ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ബിലേറ്റഡ് റിട്ടേൺ എപ്പോഴൊക്കെ സബ്മിറ്റ് ചെയ്യാം, റിവൈസ്ഡ് റിട്ടേൺ എപ്പോഴൊക്കെ സബ്മിറ്റ് ചെയ്യാം, ഡിഫക്റ്റീവ് റിട്ടേൺ എപ്പോഴൊക്കെ സബ്മിറ്റ് ചെയ്യാം. അതിനകത്ത് ആ 15 ദിവസത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 2 കാര്യങ്ങളും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ദ കോട്ടിംഗ് ഓഫ് ആധാർ നമ്പർ സെക്ഷൻ 139A. ഓക്കെ. എവരി പേഴ്സൺ ഹു ഈസ് എലിജിബിൾ ടു ഒബ്റ്റെയിൻ ആധാർ നമ്പർ ഷാൾ കോട്ട് ആധാർ നമ്പർ ഇൻ ദ അപ്ലിക്കേഷൻ ഫോം for allotment of permanent account number in the return of income. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ, ആധാർ നമ്പർ ഉണ്ടെങ്കിൽ, എപ്പോൾ പാൻ കാർഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എടുക്കുന്ന നേരത്ത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം, ഈ പറയുന്നത് പോലെ ആധാർ കാർഡിന്റെ നമ്പർ ഇതിനകത്ത് കോട്ട് ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കി 26A സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഓൺ ഇയർലി ബേസിസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ 26A സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മുടെ സൈറ്റിനകത്ത് വെച്ചാൽ ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് ഈ പറയുന്നത് പോലെ നമ്മൾ അസസി ലോഗിൻ ചെയ്യുന്ന നേരത്ത് അതിനകത്ത് ഒരു 26A സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കി, അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെന്റ് ടാക്സ് ആൻഡ് റെഗുലർ അസസ്മെന്റ് ടാക്സ് പെയ്ഡ് ബൈ ദ അസസി. ദാറ്റ് മീൻസ് ആ 26A സ്റ്റേറ്റ്മെന്റിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ടാക്സ് പെയ്ഡ് ത്രൂ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓർ TCS ഓൺ ബിഹാഫ് ഓഫ് ദ അസസി. മനസ്സിലായി. TDS ഓ TCS ഓ നമുക്ക് പേയ്മെന്റ് നടത്തുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ആരെങ്കിലും TDS ഉം TCS ഉം പിടിച്ചിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. ആൻഡ് റീഫണ്ട് ഇഷ്യൂഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ടു ദ അസസി.
മനസ്സിലായി? ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും തരത്തിലുള്ള റീഫണ്ട് അസസിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ വേരിയസ് ഏജൻസീസ് ഓൺ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ക്യാരിഡ് ബൈ ദ അസസി. ഏതെങ്കിലും തരത്തിലുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നമ്മൾ നോർമൽ കേസിനകത്ത് നമ്മൾ പഠിച്ച ആ ഹൈ വാല്യൂ ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് ദാറ്റ് മീൻസ് ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് കിടപ്പുണ്ടാവും 26A സ്റ്റേറ്റ്മെന്റിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ഇനി അതിന്റെ സ്റ്റെപ്സ് ആണ് പറയണേ. നോക്കി, ലോഗിൻ ടു ഇ ഫയലിംഗ് പോർട്ടൽ. വെബ്സൈറ്റിനകത്ത് കയറി ഇ ഫയലിംഗ് പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്യാം. നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഇനി ഗോ ടു മൈ അക്കൗണ്ട്, മെനു ലൊക്കേറ്റഡ് അറ്റ് അപ്പർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേജ്, ക്ലിക്ക് വ്യൂ ഫോം 26AS ടാക്സ് ക്രെഡിറ്റ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. 22(6)AS ടാക്സ് ക്രെഡിറ്റ്. കാരണം എന്താ, ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ചാണ് അല്ലെ. ബാലൻസ് ടാക്സ് നമ്മൾ അടച്ചാൽ മതി എന്നുള്ള കാര്യം. TDS ആണെങ്കിലും TCS ആണെങ്കിലും അഡ്വാൻസ് ടാക്സ് ആണെങ്കിലും. ഓക്കെ, സോ ചെയ്യേണ്ടത് യൂസർ ഈസ് റീഡയറക്റ്റഡ് ടു TDS ഓർ CPC പോർട്ടൽ. ഇനി എന്താ, വ്യൂ ദ ഡിസ്ക്ലൈമർ, ക്ലിക്ക് കൺഫേം, എഗ്രി ടു അക്സെപ്റ്റൻസ് ഓഫ് യൂസേജ്, ക്ലിക്ക് പ്രൊസീഡ്, വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം form 26AS, select the assessment year and view type HTML, text or PDF, view or download. മനസ്സിലായി? അതായത് നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സുകളെ കുറിച്ച്, ടാക്സ് ക്രെഡിറ്റ് എന്നാണ് അതിന് പറയുന്നത്, ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ് ക്രെഡിറ്റുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഏതിനകത്ത് കിടപ്പുണ്ടാവും? ഈ പറഞ്ഞിരിക്കുന്ന 26AS സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് കിടപ്പുണ്ടാവും. നമ്മളത് നമ്മുടെ ഈ പോർട്ടലിനകത്ത് കയറി നമ്മുടെ അക്കൗണ്ട് നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ ലെഫ്റ്റ് സൈഡിനകത്ത് അത് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. സോ എത്രയൊക്കെയാണ് നമ്മൾ പേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്, റിട്ടേൺ ഓഫ് ഇൻകം ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് റിട്ടേൺ കഴിഞ്ഞു, ഇനി അവരുടെ പാർട്ടാണ്, അസസ്മെന്റ് ആണ്. അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.